ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരത്തെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീയ ആത്മീയതയുടെ 222 സെഷനാണല്ലോ ഇത്. 6-ാം സ്ഥലത്തെ കുറിച്ചുള്ള 62-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം സ്ഥലത്തെ കുറിച്ചുള്ള 11 അധ്യായങ്ങളിൽ 11-ാമത്തെ അധ്യായത്തിന്റെ 5-ാം ഖണ്ഡികയിലാണ് നമ്മൾ നിർത്തിയത് കഴിഞ്ഞ ദിവസം. 6-ാമത്തെ ഖണ്ഡിക നമുക്ക് കടക്കാം. 5-ാം ഖണ്ഡിക നമ്മൾ വലിയ ആധിക്യം, അദമ്യമായ ദാഹം കൊണ്ട് വാവിട്ട് കാറിപ്പോകാൻ മാത്രമുള്ള നിസ്സഹായത, അസഹനീയമായ ആഗ്രഹം അനുഭവിക്കുന്നത് അമദ്രസ്യ പറയുകയായിരുന്നല്ലോ. അത് സഹിക്കാവുന്നൊരു ദാഹമല്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ജീവജലം ഞാൻ നൽകുന്നത് നീ കുടിക്കാൻ ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ശമരിയക്കാരി സ്ത്രീയോട് ഈശോ പറയുന്നതിനെ സൂചിപ്പിച്ച അമദ്രസ്യ പറയണം, ആ ഒരു ജീവജലം കിട്ടിയാൽ മാത്രമേ ഈ ദാഹം തീരുകയുള്ളൂ. 6-ാമത്തെ ഖണ്ഡിക. ദൈവം തുണയ്ക്കട്ടെ. നാഥ, അങ്ങേ ദൈവാത്മാക്കളെ അങ്ങ് എന്തുമാത്രം ഞെരുക്കുന്നു. എന്നാലും ഇതെല്ലാം ഭാവി സമ്മാനത്തോട് തുലനം ചെയ്യുമ്പോൾ കേവലം നിസ്സാരമത്രേ. ഒരുപാട് ഞെരുക്കത്തിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കുന്നു. പക്ഷെ അതിനപ്പുറം കിട്ടാൻ പോകുന്ന പ്രതിസമ്മാനത്തെ കുറിച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഞെരുക്കം ഒന്നും അല്ലതാനും. പരമോത്കൃഷ്ട നന്മയ്ക്ക് ഭാരിച്ച വില നൽകുന്നത് ഉചിതം തന്നെ. ഏറ്റവും വലിയ നന്മയാണ് സ്വന്തമാക്കാനായിട്ട് പോകുന്നത്, കിട്ടാനായിട്ട് പോകുന്നത്, ദൈവം ദാനമായിട്ട് നൽകാൻ പോകുന്നത്. അതിനുവേണ്ടി വലിയ വില കൊടുക്കണം. വിലയുള്ളത് വില കൊടുത്തു വാങ്ങണമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഏറ്റവും വലിയ വില കൂടി അമൂല്യമായ ദൈവിക സാന്നിധ്യം, സായുജ്യം സ്വന്തമാക്കാനായിട്ട് നമ്മളൊരു വില കൊടുക്കൽ വേണ്ടി വരുന്നു. ആ വില കൊടുക്കലിന്റെ ഭാഗമാണ് ഇത് നമ്മദ്രസ്യ പറയുകയാണ്. വിശിഷ്യ ആത്മാവ് ക്ലേശങ്ങളാൽ സംശുദ്ധമാക്കപ്പെട്ട് 7-ാം സദനത്തിൽ പ്രവേശിക്കാൻ അർഹയായി തീരുന്നെങ്കിൽ, അപ്പൊ അത്രയും ഒരു ഒരുക്കം ശുദ്ധീകരണത്തിലൂടെ നടക്കുകയാണ് അടുത്ത സദനത്തിലേക്ക്, അവസാനത്തെ സദനത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായിട്ട്. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളവർ ശുദ്ധീകരണ സ്ഥലത്തിൽ നിർമ്മലരാക്കപ്പെടുന്ന രീതിയാണിത്. അമദ്രസ്യ പറയുകയാണ്, ശുദ്ധീകരണ സ്ഥലത്തിന് വലിയ ആഗ്രഹത്തോടെ ആത്മാക്കൾ ദൈവത്തിന് വേണ്ടി കാത്തു കിടക്കുന്നു. ആഗ്രഹത്തിന്റെ ദൈവ സാന്നിധ്യം കിട്ടാത്തതിന്റെ, ദൈവ അസാന്നിധ്യത്തിന്റെ അഗ്നിയിലാണ് അവര് കത്തി എരിയുന്നത്, ദുസ്സഹമായി പീഡ അനുഭവിക്കുന്നത് എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അത് ആ ഒരു ശുദ്ധീകരണ അനുഭവത്തിന്റെ ഒരു മുൻ അനുഭവം തന്നെയാണിത്. ഒന്നുകിൽ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ ഇതുപോലെ ഈ സഹനത്തിലൂടെ കടന്നുപോയി ദൈവവുമായിട്ട് ഒന്നാകണം. അങ്ങനെയുള്ളവർക്ക് പിന്നെ മരിച്ചു കഴിയുമ്പോൾ ഒരു ശുദ്ധീകരണ സ്ഥലമില്ല. റോമ 8:1 പറയുന്ന പോലെ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. ഇപ്പൊ തന്നെ ഇങ്ങനെയുള്ളൊരു സായുജ്യ 7-ാം സദന ഐക്യത്തിന്റെ അനുഭവത്തിലേക്ക് ഭൂമിയിൽ വെച്ചൊരു വ്യക്തി കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ മരിച്ചു കഴിയുമ്പം സ്വർഗത്തിന്റെ ഐക്യത്തിലേക്ക് കടക്കാനായിട്ട് വേറെ താമസമൊന്നുമില്ല. ചില ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, അമേരിക്കയിൽ യാത്ര ചെയ്യുമ്പോൾ, ചിലപ്പോൾ ഗൾഫ് കൺട്രികളിൽ അമേരിക്കയിൽ ചെന്ന് ഇറങ്ങിയിട്ടുള്ള പ്രോസസ്സ് മുഴുവൻ നടത്തിയിട്ട് വിമാനത്തെ കയറാൻ സൗകര്യമുണ്ടായി അടുത്ത കാലത്തായിട്ട് പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഗൾഫിൽ നിന്ന് വിമാനത്തെ കയറുമ്പോൾ തന്നെ, അതുപോലെ മറ്റാണ്, വിമാനത്തെ കയറുമ്പോൾ തന്നെ അമേരിക്കയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ നടത്തേണ്ട പ്രോസസ്സ് മുഴുവൻ നടത്തിയിട്ടാണ് വിമാനത്തെ കയറുന്നതെങ്കിൽ പിന്നെ വിമാനം അവിടെ ചെന്ന് ലാൻഡ് ചെയ്ത് കഴിയുമ്പം പിന്നെ അവിടെ ഒരു പ്രോസസ്സും ഇല്ല. ചുമ്മാ ബാഗ് എടുത്ത് ഇറങ്ങി പോയാൽ മതി, വേറെ മൈഗ്രേഷൻ്റെ ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ തമ്പുരാനുമായുള്ള ഐക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മരണത്തിന്റെ വിമാനത്തിൽ കാര്യങ്ങൾ ചെന്ന് കഴിയുമ്പം ലാൻഡ് ചെയ്യുമ്പോഴേ നമ്മൾ യാതൊരു ഫോർമാലിറ്റി പിന്നെ വെയിറ്റ് ചെയ്യാനായിട്ട് ഇല്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത്. അപ്പൊ ഒന്നുകിൽ നമ്മൾ ആ ഒരു ശുദ്ധീകരണം ഈ ഭൂമിയിൽ വെച്ച് എടുക്കണം. അതിന്റെ അനുഭവമാണ് അമദ്രസ്യ പടിപടിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അപ്പൊ ആ സായുജ്യത്തിലേക്ക് ഇവിടെ വെച്ച് കിടക്കുമ്പോൾ 7-ാം സദനത്തിലാണ് സംഭവിക്കുക. 6-ാം സദനത്തിൽ അതിന്റെ ഒരു പരമോന്ന അല്ലെങ്കിൽ പരമാവധിയുള്ള ഒരു ശുദ്ധീകരണവും കൂടെ നടക്കുന്നുണ്ട് ഈ ദാഹം വഴിയായിട്ട്. ഇപ്പൊ ഭൂമിയിൽ വെച്ച് ഈ ഒരു സായുജ്യ പദവി പ്രാപിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി ആ അവസ്ഥയിൽ മരിച്ച് ചെല്ലുമ്പോൾ ആ ഒരു ശുദ്ധീകരണ സ്ഥലത്തിലൂടെ നടക്കേണ്ടതായിട്ട് വരും. അമദ്രസ്യ അങ്ങനെ പറഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളവർ ശുദ്ധീകരണ സ്ഥലത്തിൽ നിർമ്മലരാക്കപ്പെടുന്ന രീതിയാണിത്. സമുദ്രത്തിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലെ അത്ര നിസ്സാരമാണ് ഈ കഷ്ടതകൾ.
ലഭിക്കാൻ പോകുന്ന സമ്മാനത്തെ പറ്റി ഓർത്തുമ്പോൾ അതിന് പരിഗണിക്കുമ്പോൾ ഇപ്പോൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളൊന്നുമല്ല. കടലിലെ ഒരു തുള്ളി വെള്ളം പോലെ മറന്നു കളയാൻ മാത്രമേ ഉള്ളൂ, അവഗണിച്ച് കളയാനുള്ളതേ ഉള്ളൂ. അതുപോലെയുള്ള താരതമ്യം ചെയ്യാൻ മേലാത്ത പോലുള്ള സൗഭാഗ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഇതിലൂടെ കടന്നു പോയിക്കൊണ്ട് വലിയ സമ്മാനം നേടാൻ ഒളിമ്പിക്സിലോ ഏഷ്യാഡിലോ ഒക്കെ സമ്മാനം നേടാനായിട്ട് മത്സരിക്കുന്ന കളിക്കാര് എന്തുമാത്രം മാസങ്ങളും വർഷങ്ങളും എത്രയോ മണിക്കൂർ ഓരോ ദിവസവും വളരെ ക്ലേശകരമായ രീതിയിൽ സ്വയം നിയന്ത്രിച്ച് ശാരീരിക പരിശീലനം എടുത്തിട്ടാണ് അവസാനം മെഡൽ നേടിയെടുക്കുക, ഒരു വിജയം വരിക്കുക, സ്വർണ്ണ മെഡൽ നേടുക. അപ്പൊ സ്വർണ്ണ മെഡലിന് വേണ്ടിയിട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അനേക മണിക്കൂറുകൾ ഇങ്ങനെ പരിശീലനം എടുത്തു എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് ആരും കരുതുകയല്ല. കാരണം ആ മെഡൽ അത്രയും കിട്ടി, ഏഷ്യാഡിൽ അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ കിട്ടി എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ പോലെയൊക്കെ നമുക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. സമുദ്രത്തിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലെ അത്ര നിസ്സാരമാണ് ഈ കഷ്ടതകൾ. തന്നിമിത്തം ഭൗമികമായ സകല യാതനകളെയും വ്യസനങ്ങളെയും അതിശയിക്കുന്നവയെന്ന് എനിക്ക് തോന്നുന്ന ബ്രാക്കറ്റ് മദ്രസ പറയാണ്, ഞാൻ പറഞ്ഞയാൾ ശാരീരികമായും ആത്മീയമായും വളരെയധികം ഇവ സഹിക്കുകയുണ്ടായി, എങ്കിലും താരതമ്യേന അവയെല്ലാം അവഗണനാർഹമാണെന്ന് അത്ര അവൾക്ക് തോന്നിയിരുന്നത്. ശാരീരികമായിട്ടും ആത്മീയമായിട്ടും എല്ലാ സഹനവും ഉണ്ടെങ്കിൽ പോലും അതൊക്കെ അവഗണനാർഹമാണ്, അത്ര ഇല്ല എന്നാണ്. അതാണ് അപ്പൊ തന്നിമിത്തം ഭൗമികമായ സകല യാതനകളെയും വ്യസനങ്ങളെ അതിശയിക്കുന്നവയെന്ന് എനിക്ക് തോന്നുന്ന പ്രസ്തുത സഹനങ്ങളെല്ലാം തനിക്ക് സിദ്ധിക്കുവാൻ യാതൊരു അർഹതയും ഇല്ലാത്ത അമൂല്യ നിധിയാണെന്ന് ആത്മാവ് കരുതുന്നു. കാരണം സഹനങ്ങൾ ഒരു വശം സഹികെട്ടു പോകാൻ മാത്രമുണ്ട്, പക്ഷെ അതേസമയം അതൊന്നുമല്ല എന്ന് ആത്മാവിനറിയാം. എന്നിരുന്നാലും ആ മനോവ്യഥയ്ക്ക് ഉപശാന്തി ഒന്നും കണ്ടെത്തുകയില്ല. വ്യഥ തന്നെയാണ്. ശമനമില്ലാത്ത ദാഹം, മരണവേദന പോലെയുള്ള ആഗ്രഹം കൊണ്ട് കത്തി എരിയാണ്. ആഗ്നേയ അസ്ത്രം തറച്ചാൽ എന്നപോലെ തമ്പുരാന് വേണ്ടിയിട്ട് ഇങ്ങനെ ദാഹിച്ച് കെഞ്ചി കേഴി ഉറക്കെ വാവിട്ട് കാറുന്ന അവസ്ഥ നീങ്ങുന്നത്, അതിനകത്ത് വേറെ ആശ്വാസം ഒന്നും ഇല്ലതാണ്. അത് സഹിക്കുന്നതിൽ അവൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിനകത്ത് വിരോധാഭാസം കാണാൻ പറ്റും. ഒരു വശത്ത് ഭയങ്കര സഹനം, മറുവശത്ത് സന്തോഷം മാത്രം. ദൈവം തിരുമനസ്സാകുന്ന പക്ഷം ആയുഷ്കാലം അത്രയും അങ്ങനെ അവൾ സഹിച്ചുകൊള്ളും. ഇത് തീരുന്നില്ലല്ലോ എന്നുള്ള വിഷം ഒരു വശത്ത്, അതേസമയം ദൈവത്തിന്റെ തിരുമനസ്സാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ സഹിക്കാൻ ആത്മ തയ്യാറുമാണ്. അവൾ അനുസ്യൂതം മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അശേഷം അതിശയോക്തിയില്ല. ഒരു മരണം മാത്രമല്ല അതിൽ അന്തർഭവിച്ചിരിക്കുന്നത്, അവൾ അനുസ്യൂതം മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു മരണത്തിന്റെ വിഷയമല്ല, ആ മരണം എപ്പോഴും സംഭവിക്കുന്നതല്ല, അവൾ നിരന്തരം മരിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ലോകത്തിനും ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ലോകത്തിന് മരിച്ച വ്യക്തിയാണെന്ന് പോലെ സമസ്തം എഴുതുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു നിരന്തരമായ മരണത്തിന്റെ അനുഭവത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത്. 7ാമത്തെ ഖണ്ഡിക. ഇനി സഹോദരിമാരെ, നരകവാസികളുടെ സ്ഥിതി നമുക്ക് ചിന്തിക്കാം. ഇത്രയും പറഞ്ഞു വന്നപ്പോൾ അതിന്റെ മറുവശം മദ്രസ്യ ഒരു ഖണ്ഡികയിലൊന്ന് പെട്ടെന്ന് സൂചിപ്പിക്കുകയാണ് നരകത്തെക്കുറിച്ച്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നരകവാസികളുടെ സ്ഥിതി നമുക്ക് ചിന്തിക്കാം. അവർക്ക് മേൽപ്പറഞ്ഞ വിധേയത്വമോ ദൈവം ആത്മാവിന് നൽകുന്ന സംതൃപ്തിയോ ഹൃദയ ആനന്ദമോ ഒന്നുമില്ല. തങ്ങളുടെ സഹനം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് അവർക്ക് തോന്നുകയുമില്ല. അപ്പൊ ഈ നരകവാസികള് അരൂപിയില് ഭീകരമായ സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ അവരുടെ സഹനവും ഈ സഹനവും ഏതാണ്ട് ഒരുപോലെ എന്നൊക്കെ തോന്നും. പക്ഷേ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ അവർക്ക് ദൈവത്തിന്റെ തിരുവശമുള്ള വിധേയത്വമില്ല. അതുകൊണ്ട് തന്നെ ദൈവം നൽകുന്ന ആത്മ നൽകുന്ന സംതൃപ്തി കിട്ടുന്നില്ല. അതിന്റെ ഫലമായിട്ട് ഹൃദയ ആനന്ദവും ഇല്ല. അതാണ് അതിൻ്റെ ഒരു ഭീകരമായ അവസ്ഥ. സഹനത്തെ അസഹനീയമാക്കി തീർക്കുന്ന കാര്യങ്ങൾ ഇതാണ്. നരകത്തിലായിരിക്കുന്ന ആത്മാവിന്റെ സഹനത്തിന്. എന്ന് മാത്രമല്ല, തങ്ങളുടെ സഹനം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് അവർക്കൊരു ബോധ്യമില്ല. ഇത് സഹിച്ചിട്ടൊരു കാര്യമുണ്ട്, ഒന്നുമില്ല. അതേസമയം സ്വർഗോന്മുഖരായി ശുദ്ധീകരണ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ മരണത്തിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ ഇപ്പം അമത്തിൽ പറയുന്ന പോലെ അവർ കടന്നു പോകുമ്പോൾ ഓരോ നിമിഷവും പറയും ഇതുവഴി ഞാൻ ദൈവത്തിലേക്ക് അടുക്കുകയാണെന്നുള്ള ആ ഒരു ശുദ്ധീകരണ രൂപാന്തരീകരണ അനുഭവത്തിന്റെ ബോധ്യമുണ്ട്, ആകാംക്ഷയുണ്ട്, സന്തോഷമുണ്ട്, അതെല്ലാം ഉണ്ട്. മറ്റവർക്ക് അതൊന്നുമില്ല, തോന്നുകയാണ്. അവരുടെ ദുരിതം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഞാൻ പറയുന്നത് ദുരിതങ്ങളുടെ ആനുഷംഗികമായ വിശദാംശങ്ങളെ പറ്റിയാണ്. ആക്സിഡന്റൽ
അതിൻ്റെ ബാഹ്യമായ പുറമേയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ തലത്തിലാണ് വർധന വരുന്നത്. ആത്യന്തികമായിട്ട് ആത്മാവിൻ്റെ ഭീകരമായ സഹനം അതങ്ങനെ തന്നെ മാക്സിമത്തിലാണ് തുടരുന്നത്. അത് വർദ്ധിക്കാൻ ഒന്നുമില്ല, വർദ്ധിക്കാൻ പറ്റിയാലാത്ത പോലെ മാക്സിമമാണ്. പിന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നതാണ് മറ്റു രീതിയിൽ അതിൻ്റെ അനുബന്ധ അനുഭവങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അവരുടെ ദുരിതം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവിൻ്റെ കൃച്ഛ്രം ശരീരത്തിൻ്റെതിനേക്കാൾ നിശ്ചിതവും അവർ സഹിക്കുന്നത് നാം ഇവിടെ വിവരിക്കുന്നതുമായ അശേഷ സദൃശ്യമില്ലാത്ത വിധം അത്ര ഭയങ്കരവുമാകയാലും എന്നേക്കും ആ ദുരവസ്ഥ അങ്ങനെ ദുരമെന്ന് അവർക്ക് അറിവുള്ളതിനാലും ഈ ദുർഭഗ ആത്മാക്കളുടെ സ്ഥിതി എത്ര ദയനീയമായിരിക്കും. ആത്മാവിൻ്റെ കൃച്ഛ്രം എന്നൊരു കട്ടിയുള്ള വാക്കാണ്. അതിൻ്റെ അർത്ഥം ഞാൻ നോക്കിയിട്ട് മനസ്സിലായത് വ്യഥ, അല്ലെ വ്യസനം, വിശപ്പിൻ്റെ ആഗ്രഹം, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. ആത്മാവിൻ്റെ സഹിക്കാനുള്ള സൂക്ഷ്മമായ സഹന സംവേദന ശേഷി എന്തെങ്കിലും അത് ശരീരത്തിനേക്കാൾ നിശ്ചിതവും ആണൊന്ന്. പിന്നെ സഹിക്കുന്നത് ഇവിടെ വിവരിക്കുന്നതുമായി അശേഷ സദൃശ്യമില്ലാത്ത വിധത്തിൽ ഭയങ്കരവുമാകിയാലും പിന്നെ എന്നേക്കും ആ ദുരവസ്ഥ തുടരുമെന്ന് അവർക്ക് അറിവുള്ളതിനാൽ എന്ന് തീരുകയല്ല അത് തീരുകയല്ല എന്നുള്ളതാണ് നിത്യതയുടെ ഒരു പ്രത്യേകത. നമുക്ക് ഭൂമിയിലായിരിക്കുമ്പം കുറേ അടുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മാറിപ്പോയിരിക്കാം, ഇച്ചിരി വല്ല ഭക്ഷണം കഴിക്കാം, പലയിടത്ത് കുടിക്കാം, അല്ല നീണ്ടുകൊന്ന് കിടക്കാം, അല്ലെ കിടന്ന് ഉറങ്ങാം, അല്ലെ പുറത്തേക്ക് കറങ്ങിയിട്ട് വരാം, എന്തെല്ലാം നമുക്ക് ഇടവേള എടുക്കാൻ പറ്റും. പക്ഷെ നിത്യതയിൽ അങ്ങനത്തെ ഇടവേളകളൊന്നുമില്ല, കാരണം ശരീരമില്ല, അരൂപിക്ക് ഒരേ അവസ്ഥയാണ്. അപ്പൊ അതിങ്ങനത്തെ ഭീകരമായ സഹനത്തിന്റെ അവസ്ഥയിലാണ് ഒരു വ്യക്തി എന്ന് പെടുന്നതെങ്കിൽ ആ വ്യക്തിയുടെ നിത്യത തീരില്ലാത്ത, അർത്ഥമില്ലാത്ത, ആശ്വാസമില്ലാത്ത, പരിഹാരമില്ലാത്ത ഒരു ഭീകരമായ അവസ്ഥയിലേക്കാണ്. ചിലപ്പോഴൊക്കെ ആത്മഹത്യയെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന വ്യക്തി പറയുമ്പോൾ ചത്തയല്ല തീരുമല്ലോ എന്ന് ചില പറയാറുണ്ട്. ഭൂമിയിലെ ജീവിതം അതുപോലെ അസഹനീയമാണ്. സഹിക്കാൻ മേലാത്ത അവസ്ഥയെല്ലാം തീർന്ന് കിട്ടാൻ ചത്ത് കിട്ടിയാൽ മതി, അതുകൊണ്ട് ചാകാൻ പോവാം എന്ന് ചിന്തിക്കുമ്പോൾ സഹോദരങ്ങളെ അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴുള്ള ശരീരത്തിലായിരിക്കുമ്പോൾ ഉള്ള ഈ സഹനം സഹിക്കാനും സ്വീകരിക്കാനും പറ്റുന്നില്ലാത്ത അവസ്ഥയിലാണ് നീ മരിക്കുന്നതെങ്കിൽ, ആത്മഹത്യയെ കുറിച്ച് ചെയ്യുന്നതെങ്കിൽ നിനക്ക് ഇത് ഒരിക്കലും പിന്നെ പരിഹരിക്കാൻ ഒരു മാർഗവുമില്ലാതെ ഇപ്പൊ നീ സഹിക്കുന്ന സഹനം അതേപടി നിന്റെ നിത്യ അവകാശമായിട്ട് നിന്റെ മേൽ പതിഞ്ഞു കിട്ടുകയാണ്. അതാണ് ആശ്വാസമില്ലാത്ത ആത്മാക്കൾ എന്ന് പറയുന്നത്. RIP എന്ന് നമ്മൾ എഴുതി വെക്കാറുണ്ട് സെമിത്തേരി കല്ലറയിലൊക്കെ. റെസ്റ്റ് ഇൻ പീസ്, സമാധാനത്തിൽ വിശ്രമിക്കുക. അതിലേക്ക് എത്താൻ പറ്റാതെ യാതൊരു സമാധാനവും ഇല്ലാതെ അസ്വസ്ഥതയിലായിരിക്കുന്ന അവസ്ഥ, അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് RIP എന്ന് എഴുതി വെക്കുമ്പോൾ ആശ്വസിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നരകത്തിൽ പെടുന്ന ആത്മാക്കൾ യാതൊരു ആശ്വാസവും ഇല്ലാതെ ഈശോ മത്തായി 12:43 പറയുന്ന പോലെ പുറത്തു പോകുന്ന അശുദ്ധാത്മാവ് ആശ്വാസം കണ്ടെത്താതെ അലഞ്ഞു നടക്കുന്നു എന്ന് പറയുമ്പോൾ ആശ്വാസം കണ്ടെത്താൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. ഇത്രമേൽ ഭീകരവും അവസാനമില്ലാത്തതുമായ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വളരെ ഹ്രസ്വമായ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ അഥവാ സഹിക്കാൻ നമുക്ക് സാധിക്കും? ആ ഒരു നിത്യമായ സഹനത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യം ഈ ഭൂമിയിലെ ഏത് സഹനത്തെയും അഭിമുഖീകരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും, പ്രാപ്തരാക്കുമെന്ന് നമ്മ ത്രേസ്യ സൂചിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.